കേരളത്തിൽ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറിയിട്ടുള്ള ഒരു പദ്ധതിയാണ് KLG-SDP. KLG-SDPയിലൂടെ പെർഫോമൻസ് ഗ്രാൻഡായി ധാരാളം പണം പഞ്ചായത്തുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകര നഗരസഭയിൽ KLG-SDPയുടെ ഫണ്ട് 4 വർഷങ്ങളായി ലഭിക്കുന്നുണ്ട്. ഏകദേശം 3.5 കോടിയിലേറെ രൂപ ഞങ്ങൾക്ക് നഗരസഭയുടെ വികസനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം, അതുപോലെ ടൈൽസിൻ്റെ വർക്ക്, കുട്ടികളുടെ യൂണിഫോം എന്നുവേണ്ട കുട്ടികൾക്കുള്ള സർവത്ര പുരോഗതിക്കായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് ഈ ഫണ്ട് നമുക്ക് പ്രയോജനപ്രദമായിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൽ വെച്ചാണ് ഞങ്ങൾ ന്യൂട്രീഷൻ കൂടാറുള്ളത്. അതുപോലെ ടീനേജർ കുട്ടികൾക്ക് ഇവിടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാറുണ്ട്. അതുമാത്രമല്ല എല്ലാ മാസവും 14-ാം തീയതി ഇവിടെ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം നടത്താറുണ്ട്. 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഇമ്മ്യൂണൈസേഷൻ ഇവിടെ വെച്ച് നടത്താറുണ്ട്. അതുപോലെ ഗർഭിണികൾക്ക് പരിചരണം ഇവിടുന്ന് കൊടുക്കാറുണ്ട്. നല്ല രീതിയിൽ കുട്ടികളെ ഇവിടുത്തെ അംഗൻവാടി ടീച്ചർ പരിചരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. കുട്ടികൾക്ക് അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസവും കഴിവും ഒക്കെ വർദ്ധിപ്പിച്ചെടുക്കുന്നുണ്ട് ടീച്ചർ. ഞാൻ 2.5 വയസ്സുകൊണ്ട് എൻ്റെ മോൾ ഇവിടെ പഠിക്കാൻ വിടുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് മാറ്റമുണ്ട്. ഞാൻ PSC കോച്ചിങ്ങിന് പോകുന്നുണ്ട്. ഇവിടെ രാവിലെ ഇവിടെ 10 മണിക്ക് ആക്കിയതിന് ശേഷമാണ് ഞാൻ പോകുന്നത്. പോയിട്ട് ഇവിടെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു സൗകര്യം എനിക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിനായിട്ടും അവരുടെ കഴിവ് വർദ്ധിപ്പിക്കുന്ന രീതിയിൽ എല്ലാ രീതിയിലുള്ള പസിൽസും പ്രവർത്തനങ്ങളുമാണ് നൽകുന്നത്. ചെറിയ കുട്ടികളുടെ അടിസ്ഥാന വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അംഗൻവാടികൾ തന്നെ വേൾഡ് ബാങ്ക് ഫണ്ട് ഉപയോഗിച്ച് പ്രധാനമായിട്ടും ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ആ ഒരു ചെറിയ നഴ്സറി കുട്ടികളുടെ അടിസ്ഥാന വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അസോസിയേറ്റഡ് ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി പോലുള്ള തെറാപ്പികൾ അത്യാവശ്യമായിട്ടുള്ള പല കുട്ടികളും നമ്മുടെ ഈ വിദ്യാർത്ഥികളുടെ ഇടയിലുണ്ട്. പരിശീലിപ്പിക്കുക എന്നത് മാത്രമാണ് ഈ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പരിശീലിപ്പിച്ചിട്ട് അവരെ പരമാവധി മുഖ്യധാരയിലെത്തിക്കാൻ ശ്രമിക്കുക. പ്രൊജക്റ്റിൻ്റെ സഹായം നമുക്ക് വളരെ ഉപകാരപ്രദമാവുകയും ഇത്തരത്തിലുള്ള കുട്ടികളെ, പ്രത്യേകിച്ച് മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന ഒരു ശ്രമമാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അവർക്ക് അവരുടേതായ ഈ മാനസികാവസ്ഥയിലും ശാരീരികാവസ്ഥയിലും ചെയ്യാൻ കഴിയുന്ന തൊഴിലുകൾ കൂടി ചെയ്യിപ്പിച്ചുകൊണ്ട് അവരെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, ഇതിൻ്റെ ഉദ്ദേശത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബാത്റൂം, പിന്നെ അങ്ങനെയുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. പിന്നെ ഭക്ഷണം അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവർ കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അതൊക്കെ തന്നെ വലിയൊരു ഇതാണ്. അവർ കഴിപ്പിക്കുന്നുണ്ട്, കഴിക്കാത്ത കുട്ടികളെ കഴിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇവിടെ വന്ന ശേഷം. അതൊക്കെ വലിയ മാറ്റമാണ് ഞങ്ങൾക്ക്. രക്ഷിതാക്കളെ വെച്ച് നോക്കുമ്പോൾ എത്രയോ മാറ്റം.